ആയിട്ടൊക്കെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിടിലം പോട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം മച്ചന്മാരെ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കോണം നിൽക്കുവാണെങ്കിൽ എൻ്റെ പുതുത്തും വീഡിയോസ് ഫ്രീ ആയി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ വാക്കിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് വേണ്ട ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക് ഷീറ്റാണെങ്കിൽ മതി, ഇത് അങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ മതി. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഫ്ലിപ്കാർട്ടിൻ്റെ ഈ പാക്കിംഗ് കവർ. അപ്പോൾ ഇവിടെ വാങ്ങിച്ചപ്പം കുറേ കിട്ടിയത്, അപ്പോൾ ഇതുപോലെ കുറേയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വെട്ടി അങ്ങ് എടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സർക്കിൾ പോലെ കാണും. എന്നിട്ട് നിങ്ങൾ ഓരോ മൂലയിൽ ഇങ്ങനെ ഉണ്ടോ, ഞാൻ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ തുള ഇട്ടിട്ടുണ്ട്. ഇടാൻ പോവുക. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ തുള ഇട്ടിട്ടുണ്ട്. ഇടുന്ന എന്തിനാ, നമുക്ക് ഈ നൂലിട്ട് ഒന്ന് കെട്ടി വെക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ തുള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തുളയിടണം. അപ്പോൾ ഓരോ സൈഡ് നല്ല കറക്റ്റായിട്ട് തുളയിടണം. നൂല് കയറാൻ മാറ്റുന്ന രീതിയിൽ നമുക്ക് തുളയിടണം. ഇനി നമുക്ക് വേണ്ട ഈ നൂലാണ്. ഞാൻ 8 എണ്ണം കണ്ടുണ്ട്. അപ്പോൾ ഓരോ കറക്റ്റ് അളവായിരിക്കണം, എല്ലാം സെയിം ലെന്ത് ആയിരിക്കണം. നമ്മൾ ഓരോ ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ ചെയ്യുമ്പോൾ ഈ അകത്തോടെ ചെയ്യരുത്, പുറത്തോടെ അതിൻ്റെ പുറത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കാണാതിരിക്കും. നിങ്ങൾ പുറത്തോടെ ഇങ്ങനെ ഇട്ട് അത് ഇങ്ങനെ എടുക്കണം. അകത്തോടെ ചെയ്യുകയാണെങ്കിൽ ശരിയാകത്തില്ല, ഷേപ്പ് വരുത്തില്ല. അപ്പോൾ നിങ്ങൾ അതാ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ നോക്കിക്കോണം. ഞാൻ കണ്ടോ, അകത്തോടെ അല്ല ഇതൊക്കെ, പുറത്തോടെ നൂല് കടത്തി വിട്ടാക്കുന്നത്. ഞാൻ ഓരോ നൂലും ഇങ്ങനെ കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി. ഇത് ഏതാണ്ട് ഒരു 8-9 എണ്ണം കണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സർക്കിളിൻ്റെ അളവ് എടുത്തിട്ട് ചിലപ്പം കൂടുതലായിരിക്കും, ചില നൂല് കൂടുതൽ എടുക്കണമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചെറിയ സർക്കിൾ ആയതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിനി ഓരോ നൂലെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അറ്റം ഇങ്ങനെ എല്ലാം കൂടി അങ്ങ് എടുക്കണം. എടുത്തിട്ട് നമ്മളിങ്ങനെ തൂക്കി വെക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചുമ്മാ എന്തെങ്കിലും ഒരു ത്രെഡോ കയറോ ചെറിയ എന്തെങ്കിലും റോപ്പാണെങ്കിൽ മതി. അപ്പോൾ അതെടുത്ത് നമ്മളൊന്ന് കെട്ടി വെക്കണം. ആ മൂല എല്ലാം കൂടി ചേർത്തൊന്ന് കെട്ടി വെക്കണം. ഇത് ഞാൻ വെളിയിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് ഒരു കമ്പി എടുത്തിട്ട് കുത്തുക ചെയ്തത്. അപ്പം ഈ നന്നായിട്ട് ഇങ്ങനെ അടിച്ചിറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് അടിച്ച് താഴോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കമ്പാണ് വേണ്ടത്. അപ്പോൾ കമ്പുണ്ടെങ്കിൽ നമ്മൾ തൂക്കിയിടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ എന്നാ ഉള്ളത് അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഞാൻ ഇപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. 2 കമ്പി ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി, എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ട സിമെൻറ്റാണ്. അപ്പോൾ സിമെൻറ്റ് കുറച്ച് വേണം. അപ്പോൾ സിമെൻറ്റ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അങ്ങ് ചെയ്താൽ മതി. എനിക്ക് ഇളക്കാൻ കിട്ടിയത് വേറെ ഒന്നുമില്ല, ഒരു കമ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഇളക്കിയെന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ഇളക്കിയിട്ട് ഇനി നമ്മളൊരു കൈ ഒന്ന് അവിടെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ പയ്യെ ഒന്ന് ഉരിക്കണം, അല്ലെങ്കിൽ അതും എല്ലാം കൂടി അങ്ങ് പോകും. ഒന്ന് ഉരിച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ ഉരിച്ചിട്ട് ഇനി നമുക്ക് വേണ്ട ഒരു എന്തെങ്കിലും അതിൻ്റെ കറക്റ്റ് ഹൈറ്റുള്ള തൂങ്ങി കിടക്കുന്ന രീതിയുടെ ഹൈറ്റുള്ള എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലും വെച്ചാൽ മതി. ഡപ്പ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് ഞാൻ ഒന്ന് ഡപ്പ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കിട്ടിയത് ഇതേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുപ്പിയുടെ അടി വെട്ടി മാറ്റിയിട്ട് ഇങ്ങനെ വെക്കത്തില്ല, അത് വെച്ചാലും മതി. ഞാൻ ഇത് വെച്ചപ്പം ഞാൻ എണ്ണ തൂത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും ഇത് വെച്ചാൽ മതി, അപ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങളെന്താ കരി ഓയിലോ എല്ലാം തേക്കുവാണെങ്കിൽ അപ്പോൾ അത് ഈസി ആയിട്ട് പറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ അത് തേച്ചിട്ടേ വെക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അത് തേച്ചിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് പറിച്ചെടുത്താൽ മതി. ആ കവറെല്ലാം കൂടി ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വെച്ചപ്പോൾ ബോട്ടിലോ ഇപ്പം അതൊന്നും പറിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നല്ല കട്ട ചൂടോളം അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പം പെട്ടെന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊന്നും പറിച്ചെടുത്തിട്ട് നമ്മളങ്ങ് എടുത്താൽ മതി. അപ്പോൾ ആ വള്ളി എല്ലാം കൂടി അങ്ങ് പറിച്ചങ്ങ് കളഞ്ഞാൽ മതി. നമുക്ക് ആ ഷേപ്പ് കിട്ടിക്കോളും. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇടയ്ക്ക് ചില പൊട്ടലൊക്കെ കാണും. അതെങ്ങനെയാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാം, അവിടെ ചില സൈഡിലൊക്കെ പൊട്ടലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും സിമെൻറ്റ് തേച്ച് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കൊന്ന് കളറും കൂടെ അടിച്ചാൽ സാധനം റെഡി. അപ്പോൾ ഈ സാധനം ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി ഡെക്കറേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഗൈസ് വീണ്ടും ഒരു കിടിലം വീഡിയോയുമായി ഞാൻ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് ബൈ.